എന്തുകൊണ്ട് ഓൺബോർഡ് റെസ്റ്റോറൻറ്റുകൾ നമ്മുടെ റെയിൽവേയിൽ നടപ്പിലാക്കിക്കൂടാ എന്നുള്ളതാണ്. നമ്മൾ കേരളക്കാർക്ക് ഏറ്റവും ഹൈജീൻ ആയിട്ടുള്ള ഫുഡ് വേണം, അതുപോലെ സ്ലീപ്പ് ആണെങ്കിലും. എന്തുകൊണ്ട് ഈ നമ്മുടെ ഇന്ത്യൻ റെയിൽവേ ഒരു നല്ല സ്റ്റാൻഡേർഡിലേക്ക് വരുന്നില്ല, ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലേക്ക് വരുന്നില്ല? റെയിൽവേ തീർച്ചയായിട്ടും ഫുഡിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നതിന് നിരന്തരമായിട്ട് പരിശ്രമിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ്. മുജീബ് പറഞ്ഞ പോലെ റെയിൽവേയിൽ ഇന്ന് വന്നുകൊണ്ടിരിക്കുന്ന പരാതികളിൽ ഒരു 70% ഫുഡുമായി ബന്ധപ്പെട്ടാണ്, ദൗർഭാഗ്യവശാൽ. ഇപ്പം നമ്മുടെ വന്ദേഭാരത് ഉൾപ്പെടെയുള്ള ട്രെയിനുകളിൽ ഫുഡിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിരന്തര പരിശോധനയും അതോടൊപ്പം തന്നെ ഇപ്പോൾ പുതിയ എയർപോർട്ടിൽ ഫുഡ് സെർവ് ചെയ്യുന്ന അതേ കേറ്ററിംഗ് ഏജൻസിക്കാണ് പുതിയ കോൺട്രാക്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള മാറ്റം റെയിൽവേ കൊണ്ടുവരുന്നുണ്ട്. കഴിഞ്ഞ ZRSC മീറ്റിങ്ങിൽ ഡിസംബറിൽ നടന്നിട്ടുള്ള ZRSC മീറ്റിങ്ങിൽ ഒരു പുതിയ പ്രപ്പോസൽ നൽകിയിട്ടുള്ളത് എന്തുകൊണ്ട് ഓൺബോർഡ് റെസ്റ്റോറൻറ്റുകൾ നമ്മുടെ റെയിൽവേയിൽ നടപ്പിലാക്കിക്കൂടാ എന്നുള്ളതാണ്. ഇപ്പോൾ മുജീബ് ഒരു റെസ്റ്റോറൻറ്റ് സെലക്ട് ചെയ്യുമ്പോൾ അതിന് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടാവും അല്ലേ. അതിൻ്റെ ബ്രാൻഡ്, അതിൻ്റെ ഹൈജീൻ, ഇതെല്ലാം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഭക്ഷണം എന്ന് പറയുന്നത് അത് കഴിക്കുന്ന ആളുകളുടെ സാറ്റിസ്ഫാക്ഷനും കൂടെ അതിൻ്റെ ഭാഗമാണ്. സ്വാഭാവികമായിട്ടും നമ്മളുടെ ഒരുപാട് നല്ല ബ്രാൻഡുകൾ കേരളത്തിലുണ്ട്. ഈ ബ്രാൻഡുകളുമായിട്ട് സഹകരിച്ചിട്ട് ഇപ്പോൾ പാരഗൺ പോലെയുള്ള, അതല്ലാന്നുണ്ടെങ്കിൽ തമിഴ്നാട്ടിലെ A2B പോലെയുള്ള, സ്റ്റാർ ബിരിയാണി പോലെയുള്ള വെജ് ആൻഡ് നോൺ വെജ് റെസ്റ്റോറൻറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ട്രെയിനുകളിൽ തന്നെ ഓൺബോർഡ് ഡൈനിങ് ഫെസിലിറ്റി കൊണ്ടുവരികയാണെങ്കിൽ കഫറ്റീരിയകൾ ഒന്നും കൂടെ വലിയ എക്സ്പാൻഡ് ആയിട്ടുള്ള ഓപ്ഷൻ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ യാത്രക്കാർക്ക് അതൊരു വലിയ റിലീഫ് ആയിരിക്കും. ഈ ഫുഡിന്റെ പ്രശ്നം ഒരു പരിധി വരെ റെയിൽവേക്ക് ആ പ്രശ്നം സോൾവ് ചെയ്യാനും സാധിക്കും.